പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. നെന്മാറ നിയോജക മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂമാണ് തുറക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മറന്നുവെച്ചു എന്നാണ് വിശദീകരണം. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ സ്ട്രോ റൂം തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അതെല്ലാം ക്ലിയർ ആക്കി തന്നെ പോയോ? രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? വിവരങ്ങൾ. അതായത് നെന്മാറ നിയോജക മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂമാണ് തുറക്കുന്നത്. അതിന് ഒരു കാരണമായി പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മറന്നു വച്ചു എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ഫോൺ വഴിയാണ് അറിയിച്ചതെന്നാണ് UDF ആക്ഷേപം ഉന്നയിക്കുന്നത്. അല്ലാതെ നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം UDF ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ UDFന്റെ പ്രതിനിധി 10:30 വിക്ടോറിയയിലേക്ക് എത്തി സ്ട്രോങ് റൂമിന്റെ അടുത്തേക്ക് എത്തും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നേരത്തെ കൂട്ടിയുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ നോട്ടീസ് നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മറന്നു വെച്ചു. ഇതിന് കണക്ക് അറിയിക്കണമെങ്കിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെങ്കിൽ ഈ ഡയറി വേണം. അതിനാലാണ് ഇത് തുറക്കുന്നതെന്നാണ് ഏതായാലും ഇവർക്കൊരു വിശദീകരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ചെറുതായിട്ടൊരു പരാതി പോലെ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടല്ലേ ഗൂഗിൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ഒരു സംഭവം നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അത് വലിയ തോതിലുണ്ടോ? UDF ഒരു പരാതിയായി പറയുന്നത് ഇപ്പോൾ തങ്ങൾക്ക് വരാൻ കഴിയുന്നു. ഇത്തരം നേരത്തെയാണ് ഇന്നാണ് അറിയിച്ചത് എങ്കിലും തങ്ങൾക്ക് വരാൻ കഴിയുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആ സമയത്ത് അല്ലെങ്കിൽ എല്ലാ സമയത്തും അങ്ങനെ എത്താൻ കഴിയണമെന്നില്ല. ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ, മറിച്ച് നോട്ടീസ് നൽകി അതിന്റെ രീതി പ്രകാരം വേണം എന്നുള്ളതാണ് UDF ഒരു പരാതിയായി ഉന്നയിക്കുന്നത്. ഓക്കെ, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇത് തുറക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. നോട്ടീസൊക്കെ നൽകി ഏജന്റുമാർക്ക് നൽകുകയൊക്കെ വേണം. അങ്ങനെയാണ്, അതാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിവാദമൊക്കെ ആയി പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു പരാതി ഇവിടെയും ഈ പാലക്കാടായാലും UDF ഉന്നയിക്കുന്നുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജ് സ്ട്രോങ് റൂമാണ് തുറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്.